ദൃഷ്ടി ചൂടുള്ള വാർത്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇവർ മമ്മൂട്ടിയോ മോഹൻലാലോ ആണോ ഈ രേണുസുതി? രേണുസുതി എന്ന് പറയുന്ന വ്യക്തി മമ്മൂട്ടിയോ മോഹൻലാലോ അല്ലെങ്കിൽ കേരളം അറിയപ്പെടുന്ന ഒരു ആക്ട്രസ്സായിട്ട് ജീവിക്കുന്ന ഒരാളായിട്ടാണെന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. ഒരിക്കൽ പോലും രേണുസുതിയുടെ നെയ്ബർഹുഡ് ആകാൻ വരാൻ ഒരാൾ ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല എന്ന് തന്നെ കൊടുത്തോളുക. അതിൽ കൂടുതൽ എനിക്കൊന്നും പറയാനായിട്ടില്ല. നടനും മിമിക്രി കലാകാരനുമായ കൊല്ലം സുധിയുടെ മരണശേഷം അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് സന്നദ്ധ സംഘടന വീട് വെച്ച് നൽകിയിരുന്നു. എന്നാൽ ഈ വീട് ചോരുന്നു എന്ന ആരോപണവുമായി സുധിയുടെ ഭാര്യയും സോഷ്യൽ മീഡിയ താരവുമായ രേണു സുധി രംഗത്തെത്തിയത് ചർച്ചയായി. രേണുവിൻ്റെ ആരോപണത്തിന് മറുപടിയായി കേരള ഹോം ഡിസൈനർ ഗ്രൂപ്പ് സ്ഥാപകനും വീട് വച്ചു നൽകാൻ നേതൃത്വം വഹിച്ചയാളുമായ ഫിറോസ് എത്തിയതോടെ ചർച്ച വിവാദമായി. ഇപ്പോഴിതാ ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരണവുമായി രംഗത്ത് എത്തിയിരിക്കുകയാണ് വീട് വയ്ക്കാൻ സ്ഥലം കൊടുത്ത ബിഷപ്പ് നോബൽ ഫിലിപ്പ് അമ്പലവേലി. ഇദ്ദേഹത്തിനോടുള്ള ബഹുമാനം നിലനിർത്തി തന്നെ ഞാൻ പ്രേക്ഷകരോട് ചോദിക്കുകയാണ്, നിങ്ങൾ ഇതിനോട് യോജിക്കുന്നുണ്ടോ? ഈ പറഞ്ഞ വാക്കുകളോട് നിങ്ങൾ ആരെങ്കിലും യോജിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ കമൻ്റായി രേഖപ്പെടുത്തുക, ഇല്ലെങ്കിലും അത് രേഖപ്പെടുത്തുക. എന്തർത്ഥത്തിലാണ് ഇദ്ദേഹം ഇങ്ങനെ പറഞ്ഞതെന്ന് അറിയില്ല. കാരണം മമ്മൂട്ടിക്കും മോഹൻലാൽ, അതായത് പ്രശസ്തി ആയിട്ടുള്ളവർക്ക് മാത്രം ഇവിടെ ജീവിച്ചാൽ മതിയോ? സാധാരണക്കാർക്കും ഇവിടെ ജീവിക്കണമെന്ന് ഇല്ലേ? അതുപോലെ തന്നെ ഇദ്ദേഹം പറഞ്ഞു രേണുസുധിയുടെ അയൽവാസിയാകാൻ പോലും ആരും തയ്യാറാവുകയില്ലെന്ന്. അതെന്താ അങ്ങനെ പറഞ്ഞത്? രേണുസുധിക്ക് എന്തോ വല്ല പകർച്ചവ്യാധിയുണ്ടോ? എന്തൊക്കെയാണ് ഈ ആൾക്കാർ ഇങ്ങനെ പറയുന്നത്? ഒരു വീട് വച്ചു കൊടുത്തു, അതിൻ്റെ കേടുപാടുകൾ പറയുമ്പോൾ ഇങ്ങനെ പറയുന്നത് ഒട്ടും ശരിയായിട്ടുള്ള കാര്യമല്ല. ഇവരൊക്കെ ഒരു കാര്യം ചെയ്യണമായിരുന്നു. ഒരു വീട് വെച്ച് കൊടുത്തു, ആ വീട് വെച്ച് കൊടുക്കുമ്പോൾ അതിൻ്റെ ഫ്രണ്ടിലൊരു നോട്ടീസ് ബോർഡ് വയ്ക്കുക. ഇവിടെ സുധിയുടെ മക്കൾക്ക് വേണ്ടിയാണ് ഈ വീട് നിർമ്മിച്ചു കൊടുക്കുന്നത്, അവർ മാത്രം താമസിച്ചാൽ മതി, മറ്റാരും താമസിക്കാൻ പാടില്ല എന്നൊരു നോട്ടീസ് ബോർഡ് കൂടി വെക്കേണ്ടതായിരുന്നു എന്ന് തോന്നുന്നു. അതുപോലെ തന്നെ രേണുസുധി തന്നെ പറയുന്നു, ദാനം തന്ന പശുവിൻ്റെ പല്ലെണ്ണി നോക്കുന്നു എന്ന് ആൾക്കാർ പറയുന്നുവെന്ന്. ഒരു വീട് വച്ച് കൊടുത്ത് അതിനെന്തെങ്കിലും ഒരു കേടുപാട് ഉണ്ട്, അതായത് 1 വർഷം ആയപ്പോൾ തന്നെ അതിൻ്റെ വാഷ് ബേസിൻ പൊളിഞ്ഞു വീണെന്ന് പറയുന്നു, ഫാൻ പൊട്ടി വീണു എന്ന് പറയുന്നു. ഇതൊന്നും ഒരു കുറ്റമായി ഇത്രയും കോളിളക്കം സൃഷ്ടിക്കേണ്ടെന്നൊന്നും കാര്യമല്ല. സാധാരണ ഒരു വീടിന് എന്തെങ്കിലും കേടുപാട് വന്നാൽ ചിലപ്പോൾ കണ്ടു നിൽക്കുന്നവർ ചോദിക്കും ഇതെന്ത് പറ്റി എന്ന് ചോദിക്കുമ്പോൾ അത് നമ്മൾ വീട്ടിലുള്ളവർ തന്നെ പറയും അതിനൊക്കെ ഇതുപോലെ സംഭവിച്ചു എന്ന് പറയും. അപ്പോൾ ആ കേട്ട് നിന്ന ആളാണ് എന്ത് ചെയ്യുന്നത്? അതൊരു മറ്റൊരു പരദൂഷണമായിട്ട് കൊണ്ടു നടക്കുന്നത്. ഇത്രയും ദുഷ്പ്രചരണം, ഈ കേട്ട് നിന്നവർ ദുഷ്പ്രചരണം ഉണ്ടാക്കിയതാണ് ഇത്രയും പ്രശ്നത്തിന് കാരണം. അതുപോലെ തന്നെ വേറൊരു വീഡിയോ. നമസ്കാരം, ഞാൻ രേണുസുധിയാണ്. അപ്പോൾ ഞാനൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് വന്നത്. ഈ ദയാച്ചു എന്ന് പറഞ്ഞ സ്ത്രീയും ഞാനും തമ്മിൽ ഒരു ബന്ധവും ഇല്ലാത്തതാണ്. നിങ്ങൾക്ക് നാണമില്ല എന്നെപ്പറ്റി ഈ ആവശ്യമില്ലാത്ത വീഡിയോസ് ഇറക്കാൻ? ഇന്ന് രാവിലെയും കണ്ട് എനിക്ക് വട്ടാന്ന്. ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. ആദ്യത്തെ ഡെലിവറിക്ക് ഞാൻ ഒരു ഡെലിവറി ചെയ്തിട്ടുള്ളൂ. ആദ്യത്തെ ഡെലിവറിക്ക് ശേഷം 95% സ്ത്രീകൾക്ക് ഉറക്കക്കുറവും സംബന്ധിച്ച് കാര്യങ്ങളൊക്കെ വരും. അതിന് ഞാൻ ഹോമിയോ ഗുളിക കഴിച്ചെന്നുള്ള സത്യമാണ്, സൂചന പറഞ്ഞ സത്യമാണ്. ഹോമിയോ ഗുളിക കഴിച്ചിട്ടുണ്ട്, അല്ലാതെ എനിക്ക് വട്ടോ മാനസിക രോഗങ്ങളോ ഒന്നുമില്ല. നിങ്ങൾ ദയാച്ചു എന്ന് പറയുന്ന ഇവർ നിങ്ങൾ ഏത് ഡോക്ടേഴ്സിനെ കൊണ്ടുവന്നോളൂ എൻ്റെ മുന്നിൽ, അവർ പരിശോധിക്കട്ടെ, സൈക്കാട്രിസ്റ്റ് ഡോക്ടേഴ്സിന് പരിശോധിക്കട്ടെ, എനിക്ക് വട്ടുണ്ടോയെന്ന് അവർ സ്ഥിരീകരിക്കട്ടെ. നിങ്ങൾ ആവശ്യമില്ലാതെ ഒരു പെണ്ണിന് വട്ടാന്ന്, അല്ലെങ്കിൽ തന്നെ എനിക്ക് സോഷ്യൽ മീഡിയയിൽ കിടക്കപ്പുറതിയില്ല. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ കള്ളത്തരം പറയില്ല. എനിക്ക് വട്ടില്ലെന്ന് എനിക്കറിയാം. അതുപോലെ എൻ്റെ കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞിട്ട് ന്യൂമോണിയ കൂടിയിട്ട് ഞാനും അവനെ എന്നെ മാത്രമേ കയറ്റത്തുള്ളായിരുന്നു. സായിപ്പിൻ്റെ ആശുപത്രി ഒരു 7-8 ദിവസം കിടന്നതാണ് ICUയിൽ, എന്നെ മാത്രം. അന്ന് ഞാൻ കുഞ്ഞിനെ നോക്കിക്കൊണ്ട് ഉറക്കമില്ലായിരുന്നു. ഡെലിവറിക്ക് ശേഷം കുറച്ച് ദിവസത്തിന് ശേഷമാണ്, പ്രസവരക്ഷ ഒന്നും നേരെ ചെയ്തില്ല. അതിനാണ് എനിക്ക് പ്രശ്നങ്ങൾ വന്നത്, ഉറക്കക്കുറവൊക്കെ വന്നത്. അല്ലെങ്കിൽ എനിക്ക് വട്ടുമില്ല മാനസികമില്ല. മേലാൽ ആവശ്യമില്ലാത്ത ഇടരുത്. വട്ടാന്ന് പറഞ്ഞിടല്ലേ, എനിക്കൊരു മാനസികമില്ല വട്ടുമില്ല. ഓക്കെ, ഇതെനിക്ക് നിങ്ങളോട് പറയണമെന്നുണ്ടായിരുന്നു. താങ്ക് യു. ഇത് കേട്ടല്ലോ. ഇപ്പോൾ സത്യം വിളിച്ചു പറയുന്നവരെ വട്ടരാണെന്ന് പറയുന്ന ലോകമാണിപ്പോൾ. അതുകൊണ്ടാണല്ലോ ദയാച്ചു രേണുസുധിക്ക് വട്ടാണെന്ന് പറഞ്ഞത്. ഇതൊന്നുമല്ല, രേണുസുധി അഭിനയിക്കാൻ ഇറങ്ങിയതാണ് എല്ലാവർക്കും പ്രശ്നമായത്. അഭിനയം കൊള്ളില്ല, ഓക്കെ, അത് പോട്ടെ, എന്നാലും എങ്ങനെയെങ്കിലും ജീവിച്ചു പോകട്ടെ എന്ന് വിചാരിച്ചാലും ആരും വെറുതെ വിടാൻ പോകുന്നില്ല. ഇതിനേക്കാൾ 1000 മടങ്ങ് വൾഗറായിട്ട് അഭിനയിക്കുന്നവർ സോഷ്യൽ മീഡിയയിൽ സജീവമാണ്. എന്തുകൊണ്ട് ആരും അവരുടെ അടുത്ത് പോകുന്നില്ല?
അവരെ ചോദ്യം ചെയ്യാൻ പോകുന്നില്ല. എല്ലാം രേണുസുധിയിൽ തന്നെ അടിച്ചേൽപ്പിക്കുന്നത് എന്തുകൊണ്ടാണ്? അവർക്ക് ഇഷ്ടമുള്ളതുപോലെ ജീവിക്കട്ടെ. രേണുസുധിയോ രേണുസുധിയുടെ വീട്ടുകാരോ ഒന്നും മറ്റുള്ള ആൾക്കാരുടെ ജീവിതം ചെകയാനോ അങ്ങനെ ഒന്നിനും വരുന്നില്ലല്ലോ. അപ്പം അവരുടെ വഴിക്ക് ജീവിക്കട്ടെ. അവരെന്തിനാണ് ശല്യം ചെയ്യാൻ പോകുന്നത്? അവരെ വഴിക്ക് വിടുന്നതല്ലേ നല്ലത്. അതുപോലെ തന്നെ എന്തിനും ഏതിനും അവരുടെ പുറകെ നടന്നിങ്ങനെ കുറ്റം കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നവരും ഒന്ന് ഓർക്കണം. അതും നല്ലതാണ്. തൻ്റെ നേർക്കും എന്തിൻ്റെ പേരിലോ ആയിക്കോട്ടെ കുറ്റം ചുമത്താൻ ഇടവരുമോ എന്നുകൂടി ഓർക്കണം. ജാഗ്രത.